മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കോവിഡ് ബാധിച്ച് ഈ ലോകം വിട്ടുപോയ എല്ലാ സഹോദരങ്ങളെയും നമുക്ക് പ്രത്യേകം ഈ ബലിയിൽ അനുസ്മരിക്കാം. ഏറെ പ്രത്യേകമായി കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് മരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജെറി ജോർജ് മാധവന്, ആ മകനെ പ്രത്യേകം ഓർക്കാം. അവൻ്റെ വേർപാടിൽ വേദനിക്കുന്ന ദുഃഖാർത്ഥരായ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഇന്ന് ഈ ബലിയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും നന്മ വരുത്തുന്ന പ്രാർത്ഥനയോടെ ഭക്തിയോടും ശ്രദ്ധയോടും നമുക്ക് ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത വഴികളെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്ത് അവൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയോടെ ഈ ബലി നമുക്കൊന്ന് ചേർന്ന് അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നത് പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങ് കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാൽ എന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മരണം മൂലം വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. മനുഷ്യവംശത്തെ നവീകരണ രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൾ നാഥ, ആരാരീ ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണെൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോൽ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പൂ. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിരു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ആകയാൽ ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ. അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പാപികളെ, നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ. സന്ദിഗ്ധ മനസ്കരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ. ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. സഹോദരരെ, നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുത്. സഹോദരനെതിരായി സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു. നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമം അനുസരിക്കുന്നവനല്ല, മറിച്ച് അതിന്റെ വിധികർത്താവത്രേ. നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനെയുള്ളൂ. അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ്. എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ്? നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെ ജീവനുമായ മിശിഹായി നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിലേക്ക് സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 12-ാം അധ്യായം 49 മുതൽ തിരുവചനങ്ങൾ. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ എനിക്കൊരു മാമോദിസ സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്കെതിരായി, 2 പേർ 3 പേർക്കെതിരായി ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും, പുത്രൻ പിതാവിനുമെതിരായും, അമ്മ മകൾക്കും, മകൾ അമ്മയ്ക്കും എതിരായും, അമ്മായിയമ്മ മരുമകൾക്കും, മരുമകൾ അമ്മായിയമ്മയ്ക്ക് എതിരായും ഭിന്നിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം സമാധാനപൂർണമാക്കണമെങ്കിൽ നാം ജീവിതത്തിലൊരു
വാളെടുക്കണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുക. എന്തു വാളത്? ദൈവത്തിന്റെ വചനമാകുന്ന വാൾ, ലോഗോസ്. ദൈവത്തിന്റെ ഹിതം ഈ ഭൂമിയിൽ നമ്മൾ നിർവഹിക്കുമ്പോൾ അതൊരു വാൾ കൊണ്ട് ഛേദിക്കപ്പെടുന്ന പോലെ തന്നെ വേദനാജനകമാണ്. പക്ഷെ അത് ധീരന്മാരുടെ വഴിയാണ്. ദൈവികത നിർവഹിക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന വാൾ ധരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഭൂമിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഏൽക്കേണ്ടി വരും. ഭീരുക്കൾ എടുക്കുന്നത് പലപ്പോഴും സ്റ്റീൽ കൊണ്ടുള്ള വാളാണെങ്കിൽ ധീരതയുള്ളവർ എടുക്കുന്നത് വാക്കുകൊണ്ടുള്ള വാളാണ്. ദൈവത്തിന്റെ വാക്ക്, കണ്ണീരും അഗ്നിയുമായ വാക്ക്, ഈ ലോകത്തെ കത്തിച്ചാമ്പലാക്കാൻ കഴിയുന്ന വാളാണത്. ആ വാളിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഈ ഭൂമിയിൽ സമാധാനം നൽകാൻ ദൈവം സമാധാനം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. പക്ഷെ ഈ സമാധാനം നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഭിന്നത കൂടി കടന്നു വരുന്നുണ്ട്. യേശു തന്റെ ദൗത്യത്തെ കുറിച്ച് പറയുമ്പോൾ 3 പ്രസ്താവനകൾ ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഭൂമിയിൽ തീയിടാനാണ് യേശു വന്നത്. യേശുവിനൊരു മാമോദീസ, ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. ഇതുപോലെ ഭിന്നതയുളവാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് യേശു ഒരു തീരുമാനത്തിന് മുമ്പിൽ, യേശുവിനെ അനുധാവനം ചെയ്യുന്ന ഓരോ ശിഷ്യ സമൂഹത്തിന് മുമ്പിൽ ഒരു തീരുമാനം എടുത്തു വെക്കുക. ദൈവത്തിന്റെയും ദൈവജനത്തിന്റെയും പക്ഷം നിന്നുകൊണ്ട് സ്വയം തോൽവിക്ക് വിട്ടുകൊടുക്കാൻ നമ്മളോട് ഒരു ഭാഗത്ത് ആവശ്യപ്പെടുമ്പോൾ, മറുവശത്ത് സ്ഥാനത്തിനും അംഗീകാരത്തിനും ആദരവിനും വേണ്ടി നിലനിൽക്കൊണ്ട് ഈ ഭൂമിയിൽ വിജയിച്ചു നിൽക്കാനുള്ള ഒരു മറുഭാഗം. ഞാൻ ഏത് ഭാഗത്താണ്? ദൈവത്തിന്റെ കൂടെയും ദൈവത്തിന്റെ ജനത്തിന്റെയും പക്ഷം നിന്നുകൊണ്ട് എനിക്ക് നിൽക്കാൻ സാധിക്കുക. ഒരു പക്ഷേ യോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തുന്നത് അവൻ അഗ്നി കൊണ്ട് സ്നാനം നൽകുമെന്ന്. ഈ അഗ്നിജ്വാല, അഗ്നിയുടെ നാളം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ പേടിച്ചിരുന്നവർ ധീരതയുള്ളവരായിട്ട് മാറി, ധൈര്യവാന്മാരായിട്ട് മാറി. അവര് ദൈവത്തിന്റെ പക്ഷവും ദൈവജനത്തിന്റെ പക്ഷവും നിന്നുകൊണ്ട് അവരെ ദൈവത്തിന് സാക്ഷ്യം നൽകി. അപ്പോൾ അവർക്ക് ജീവൻ ബലിയായി കൊടുക്കേണ്ടി വന്നു. ഒരുപക്ഷെ അവരെ പലരെയും വധിക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ ജീവിത വഴികളിൽ ഈ ഒരു അഗ്നിയുടെ ജീവിതം, എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന സത്യത്തിന്റെയും നീതിയുടെയുമായ അഗ്നിയെ ഉജ്ജ്വലിപ്പിക്കുക എൻ്റെ നിയോഗമാണ്. തോമായുടെ പുസ്തകത്തില് ഈശോ തന്നെ പറയുന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. എന്റെ അരികിലായിരിക്കുന്നവൻ അഗ്നിക്കരികിലാണ്, എന്നിൽ നിന്നും അകലെയായിരിക്കുന്നവൻ ദൈവരാജ്യത്തിൽ നിന്നും അകലെയായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ, തമ്പുരാന് വേണ്ടി തമ്പുരാന്റെ മക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വയം തോൽവിക്ക് വിട്ടുകൊടുക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നമ്മുടെ ജീവിത വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഈ സ്നേഹത്തിന്റെ അഗ്നിയുടെ പക്ഷം ചേരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഒരുപാട് തിക്താനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരും. വിശ്വസാഹോദര്യത്തിന് വേണ്ടി നിലകൊണ്ടപ്പോ ടോൾസ്റ്റോയ്ക്ക് സ്വന്തം ഭാര്യയെ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് ടോൾസ്റ്റോയെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഈ സൃഷ്ടപ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടജാലങ്ങളോടും ഒരു തരത്തിലുള്ള പ്രേമം ജീവിതത്തിൽ സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോ ആൽബർട്ട് ഐൻസ്റ്റീനെ മനസ്സിലാക്കാൻ മാറി മാറി വന്ന ഭാര്യമാർക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, യേശുനാഥൻ നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഈ അഗ്നിയുണ്ട്. ഈ അഗ്നി സ്നേഹത്തിന്റെ അഗ്നിയാണ്. ഈ അഗ്നി ഉജ്ജ്വലിപ്പിക്കുകയാണ് എൻ്റെ നിങ്ങളുടെ ജീവിത നിയോഗം. നമുക്ക് ആത്മപരിശോധന ചെയ്യാം. എൻ്റെ ഉള്ളില് അഗ്നിയുണ്ടോ? എന്ത് അഗ്നിയാണ് എൻ്റെ ഉള്ളിലുള്ളത്? ഇനി ഈ അഗ്നി ജ്വലിപ്പിക്കുവാൻ വേണ്ട ചില അസ്വസ്ഥതകള്, ചില ബുദ്ധിമുട്ടുകള്, സാഹസങ്ങള് ബോധപൂർവം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണോ? അങ്ങനെ തയ്യാറാകുമ്പോൾ മാത്രമേ എനിക്ക് എൻ്റെ ദൈവത്തെ ഈ ഭൂമിയിൽ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവത്തിന്റെ സമാധാനം ഈ ഭൂമിയിൽ ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടി ഞാൻ ബോധപൂർവം എടുക്കുന്ന ചില സാഹസങ്ങളോ തീരുമാനങ്ങളോ നിലപാടുകളോ ആണ് യഥാർത്ഥ സമാധാനം. ഷാലോ, ദൈവത്തിന്റെ സമാധാനം അതാ. അങ്ങനെ ഈശോ ഈ ഭൂമിയിൽ അനേകർക്ക് വേണ്ടി വെളിച്ചമായി മാറിയതുപോലെ, കത്തുന്നൊരു അഗ്നിയായി മാറിയതുപോലെ, നമുക്കും നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്കും
അഗ്നിയുടെ ആ നന്മ പുറത്തു കൊണ്ടുവരാം. അങ്ങനെ ദൈവത്തിന് വേണ്ടിയും ദൈവത്തിന്റെ മനുഷ്യർക്കും വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ ബന്ധുക്കളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ നമുക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകും. അവിടെ തളർന്നു പോകാതെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അഗ്നിയെ കൂടുതൽ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം പ്രകാശമാനമാക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ നിന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നേറ്റു പറയാം. കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിന്നും വേർപെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരൻ ജെറിനെ നിത്യാനന്ദന് അർഹനാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ഈ ആത്മാവിന്റെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏക സത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം സഭാ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭാധ്യക്ഷന പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപോലിത്തയും മാർ ആന്റണി മെത്രാനും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളും പ്രത്യേകിച്ച് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ധാരാളമായി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരത്താൽ തെരഞ്ഞെടുത്ത ഈ സമൂഹം മുഴുവന്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ഈ ബലി കാരണമാകട്ടെ. സ്ഥലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്ക് ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ വിലയിരുപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദാഹരണത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത രക്ഷിക തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈ കാഴ്ചവസ്തുക്കളൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. തദനുമതുപോലാത്മജനം ദിവ്യ റൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസെപ്പിനെയും സാദരമൂർത്തിയിടാ പവനം ഈ ബലിയിൽ ആദിയിലെപ്പോ എന്നേക്കും ആമേൻ. ആമേൻ. സുതരുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. ബ്രദരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്ഥിതനായിടുവാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാം. കർത്താവേ,
കർത്താവെ ആശീർവദിക്കണമേ. സഹോദരനെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. യേശുവിന്റെ സമാധാനം. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖിലചരാചര കർത്താവാം ദൈവത്തിന് ബലിയർപ്പിക്കൂ. ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും പുകഴ്ചയും അർഹിക്കുന്നു. ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന. ഈശോയുടെ രക്ഷാഗ്രഹസ്യങ്ങളെ ഭക്തിപൂർവ്വം ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മരണമെന്ന കവാടം തുറന്ന് തമ്പുരാന്റെ സന്നിധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയം നിറഞ്ഞ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളൊക്കെ കടന്നു പോകേണ്ട ആ വലിയ യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവര്, അതേത് നിമിഷവും നമ്മളെ തേടി വരുമ്പോൾ അതേറ്റവും അനുഗ്രഹപൂർണമാക്കാൻ നമുക്കെല്ലാവരോടും ഹൃദയപൂർവ്വം നമുക്ക് ക്ഷമിച്ച് പ്രാർത്ഥിക്കാം. അറിഞ്ഞു പറയാതെയും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഈ നിമിഷം നമുക്ക് ഈ അൽത്താരയിലേക്ക് ഇറക്കി വെക്കാം. ഒപ്പം ഇനിയുള്ള ജീവിതം എല്ലാവരെയും സ്നേഹിച്ചും സഹായിച്ചും പങ്കുവെച്ചും തമ്പുരാന്റെ സ്നേഹം ഈ ഭൂമിയിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിന്റെ വചനമാകുന്ന വാൾ ധരിച്ചുകൊണ്ട് ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുവാൻ ഒരുപക്ഷെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ, ലോകത്തിലുള്ളവരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി നമ്മിൽ നിറഞ്ഞാൽ ദൈവത്തിന് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ രക്തസാക്ഷികളായി മാറേണ്ടി വരും. പക്ഷേ നമ്മളെ വിണ്ണിലെ നക്ഷത്രങ്ങളായി എന്നും ഈ ഭൂമിക്ക് നന്മ സമ്മാനിക്കും. ദൈവമേ, ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് ഞങ്ങളെ തമ്പുരാന്റെ സ്നേഹത്തിന് വഴി നടക്കാൻ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ഇപ്പോൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയെ, എന്റെ ദൈവമേ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയെ, എന്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലിയും ക്ലേശിതരുമായ ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിക്കാൻ കഴിയാതെ അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധീശനും മെത്രാപ്പോലീത്ത വികാരിയുമായ ആന്റണി കരിയൽ പിതാവിന് വേണ്ടിയും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയെ സ്വീകരിക്കണമേ. പ്രവാചകന്മാരുടെ, സ്നേഹന്മാരുടെ, രക്തസാക്ഷികളെ വന്നവരുടെ ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയെ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാ സഹോദരങ്ങൾക്കു വേണ്ടിയും മരണം മൂലം ഞങ്ങൾ വേർപിരിഞ്ഞു പോയല്ല മരിച്ചവർ കൂടി, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജെറിൻ ജോർജ് മാണവനയ്ക്ക് വേണ്ടിയും മാതാപിതാക്കൾ, സഹോദരി സഹോദര, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ളവർക്കും ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് തിരുമനസ്സാവുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ ഓരോരുത്തരുടെ വക സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനും ബലഹീനമായ എനിക്ക് വേണ്ടി കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തെ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തി സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേളിയവരും ക്ലേശിതരുമായ ദാസരങ്ങൾ നൽകി മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച ഞങ്ങളുടെ നാമത്തെ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവന്റെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. അനുഗ്രഹിക്കുന്ന കർത്താവായ ദൈവം, ഞങ്ങൾ അയോഗ്യരാകും. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും
ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അവിടുത്തെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ അങ്ങയുടെ തിരുനാമത്തിൽ സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗം നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാ പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരനോടെ സമീപിക്കാം. അനുതാപത്തിന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്വലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കൾ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറുഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാനും നീതിമാനുമായ വിധികർത്താവേ, ഞങ്ങളുടെ മരിച്ചവരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിൽ അവരെ അങ്ങ് പങ്കിടുന്നേ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. അരൂപിൽ ദിവ്യകാരുണ്യ സ്വീകരണം. എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശിയിൽ അങ്ങയെ സ്വീകരിക്കാൻ ഇപ്പോഴെനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ നാഥ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണ് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ തന്നെ പൂർണ്ണമായി അങ്ങോട്ട് ഐക്യപ്പെടുത്തുക ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് വേർപിരിയുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമ്മെ ജീവിതത്തിൽ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദര വരുവിൻ, ദേവപുത്രന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മവിശുദ്ധീകരണം പ്രാപിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങൾ വർദ്ധിക്കുന്ന ജീവന് കാരണമാകട്ടെ. ആമേൻ. വാവയേശുനാഥ, വാവ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ,
വാവൈശുനാഥ നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമിൻ ജീവനും സ്നേഹവുമേ. വാവൈശുനാഥ വാവൈശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവൈശുനാഥ പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സ്വർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ ദിവരേശങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഔർണര്യമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കിയല്ലോ. ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ അമർത്യതയുടെ ഔഷധമായ ഈ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. പാവനമങ്ങേ സന്നിധിയിൽ പ്രാർത്ഥന നിത്യമണയ്ക്കുന്നു. നാഥ മാനവയാചനകൾ കൈക്കൊള്ളണമേ കനിവോടെ. ആമേനങ്ങേ സന്നിധിയിൽ ജീവിത ബലിയെന്നർപ്പിച്ചു. നീതിയിരുന്നോരബ്രാഹവും യോബും നോഹും പൂജിതരാ. അന്ന് പ്രവാചകനെ എലിയയും സ്ലീഹന്മാരും അണച്ചതുപോൽ ഞങ്ങൾ അണച്ചൊരു തിരുബലി നീ കനിവോട് തൃക്കൺ പാർക്കണമേ. കർത്താവേ, നിന്ദാസർക്കായി അർപ്പിക്കും നീ ബലി ഞങ്ങൾ വിധമയണച്ചൊരു നേർച്ച സമം കൈക്കൊള്ളണമേ ദിവ്യബലി. നാഥാതാവക തിരുബലിയിൽ പങ്കാളികളായി തീർന്നവരാ ഞങ്ങൾ കരുളുക വരദാനം ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങനെ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ കുറിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമല്ലേ എന്നറിഞ്ഞുകൂടാ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ.